ലോകമൊക്കെ അത് തീപ്പന്തത്തിന്റെ അടുത്ത് നിൽക്കുന്നതും എല്ലാം ഈ കുതിര. പകവലി, മാമാങ്കം, സാറാ റെഡ്ഡിക്ക് ഉണ്ടായിരുന്നു, മഹധീര, ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്ന. ഇവൻ എന്നെ ഭയങ്കര പേടിയുമാണ്, ഞാൻ പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യും. എന്നാ ഇവൻ നല്ല കേടിയായിരുന്നു, കറങ്ങിയ കുതിരയെ. എല്ലായിടവും 20 മണ്ഡലത്തിലും 2 പ്രാവശ്യം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് വൈക്കത്ത് റിംഗ് മാസ്റ്റർ രാജീവിനോടൊപ്പം തുടരുകയാണ്. ഇത്തവണ കൂടുതലായി പരിചയപ്പെടാൻ പോകുന്നത് കുതിരയെക്കുറിച്ചാണ്. രാജീവിന്റെ കുതിരകൾ മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിൽ, തമിഴിൽ, തെലുങ്കിൽ ഒക്കെ നിറഞ്ഞാടിയ ഈ കുതിരകളുടെ പരിപാലനം എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ അതിനെ നീന്താനൊക്കെ പരിശീലിപ്പിക്കുക എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് കാണാം. മടിയുള്ള ആൾക്കാരാ, വെള്ളത്തിൽ ഇറങ്ങി നീന്താനൊക്കെ മടിയാ. നമ്മളത് ട്രെയിനിങ് കൊടുക്കുന്ന. ഇപ്പം നമ്മള് ഏത് സിനിമയ്ക്കും വേണ്ടി നമ്മള് കുതിരകളെ ട്രെയിൻ ചെയ്യുന്നത് വെള്ളത്തിൽ ഇറക്കാൻ പഠിപ്പിക്കുന്ന തോടാണിത്. ഇവിടെയാണ് ഇതിന്റെ സ്കൂള്. ഈ കുതിരക്ക് പണ്ട് പോലെ ഭയങ്കര പ്രാധാന്യമാണ്. പഴയ കാലം. പിന്നെ പക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുതിരയുടെ അടുത്ത് ഒരു ആർട്ടിസ്റ്റ് ട്രെയിൻ ചെയ്ത് പഠിച്ചാൽ ആ കുതിര അല്ലാതെ വേറെ കുതിര ഉപയോഗിക്കില്ല. അത് ഇതിനകത്തൊരു നിർബന്ധമുള്ള കാര്യമാണ്. നമ്മള് പല കുതിരകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അടക്കിയല്ല. ഇവര് എല്ലാവരുമായിട്ട് അങ്ങ് സെറ്റായില്ല. ഇപ്പൊ മോനുമായിട്ട് അവൻ ഭയങ്കര സെറ്റാ. ഇവൻ എന്നെ ഭയങ്കര പേടിയുമാണ്, ഞാൻ പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യും. എന്നാ ഇവൻ നല്ല കേടിയായിരുന്നു, കേടി സ്വഭാവം ഇവന് കൂടുതലായിരുന്നു. സിനിമയിൽ നടന്ന് റിപ്പോർട്ടർ ചാനലില് ഇത്, അതിലാണ് ഇവൻ കുറെ കേരളം മുഴുവൻ 2 പ്രാവശ്യം സഞ്ചരിച്ചു, കറങ്ങിയ കുതിരയെ. എല്ലായിടവും 20 മണ്ഡലത്തിലും 2 പ്രാവശ്യം. മൊത്തം അത് 86 ദിവസത്തെ വർക്കായിരുന്നു. ഇറക്കടാ, അവനെ പുറകോട്ടേ ഇറങ്ങത്തുള്ളൂ, റിവേഴ്സ് ഗിയർ ഇട്ടേ അവനെ ഇറക്കത്തുള്ളൂ. അവനെ ഇറങ്ങാൻ മടിയാ, ഭയങ്കര മടിയുള്ളവനാ. പയ്യെ നീ ഇറങ്ങിക്കോളൂ. ആദ്യത്തെ ഉള്ളി മുഖം കൊണ്ട് നനയ്ക്കാൻ സമ്മതിക്കില്ല. ഈ കുതിരയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നമ്മളെ കാർത്തിക്കാണ്. ഞങ്ങൾ ഇപ്പൊ 8ാം ക്ലാസ്സിൽ, അവനൊരു 4 വയസ്സ് മുതൽ ഞങ്ങൾ കയറ്റിയിരുത്തി. അവന് കുഞ്ഞിനെ പോലെ ഭയങ്കര ക്രൈസായിരുന്നു കുതിര. ഭാര്യയുടെ പേര് സരിത. 3 പേരാ ഉള്ള. ഈ പുള്ളിയുടെ മൂത്തത് ലക്ഷ്മി, അവള് +2 പഠിക്കുന്നു. ബാഹുബലിക്കൊക്കെ 167 കുതിരയൊക്കെ. പകവലി, മാമാങ്കം, സാറാ റെഡ്ഡിക്ക് ഉണ്ടായിരുന്നു, മഹധീര, ഇതെല്ലാം നമ്മള് ചെയ്തേക്കുന്ന. ഈ നദിയിലൂടെ ഒക്കെ ഓടി വരുന്ന സീനൊക്കെ ധാരാളം സിനിമകളിൽ കണ്ടു. മാമാങ്കത്തിലുണ്ടെന്ന് തോന്നുന്നു, പരശുരാജയിലും ഉണ്ട്. അതിപ്പം നമ്മള് ശരിക്കും ഇപ്പം സിംഗിളായിട്ടൊക്കെ ഓടി വന്നെങ്കിൽ നമ്മളെ ഫ്രണ്ട് മെയിൻ കുതിര ഓടിയാൽ മതി. ഇപ്പൊ ഇവര് തമ്മിയാണേ, മറ്റുള്ള കുതിരകളെ പോലെ അല്ല, ഇവര് തമ്മി ജോഡിയായിട്ട് നിൽക്കുന്ന കുതിരകളാ. അവൻ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ഒരാള് ഓക്കെ, അടുത്ത ആള് ഫോളോ ചെയ്തു. ഇവരുടെ ഡയറ്റ് എന്താ? ഇവർക്ക് നമ്മള് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തവിട്, പിന്നെ കടല, മുതിര
വല്ലപ്പോഴേ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ഡേറ്റ്. അതിങ്ങനെ അവൈലബിൾ അല്ലല്ലോ മുതിര. ആ മുതിര കിട്ടും, പക്ഷെ മുതിര നമ്മൾ കൊടുത്താൽ അതനുസരിച്ച് പണിയെടുപ്പിക്കണം. ഷൂട്ടിംഗ് ലൊക്കേഷൻ മുതിര കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഓട്ടം അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ അത് ദഹിക്കാനായിട്ട് ഇല്ലെങ്കിൽ ദഹിക്കില്ല. അതാണ് ഇവരെ ഇപ്പം കേരളത്തിലെ ഇതിലെ ഏറ്റവും പൊക്ക കൂടിയ പക്ക ഇണക്കവും ചട്ടമുള്ള കുതിരകളാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടും പക്ക നമ്മൾ സിനിമയ്ക്ക് ഇവനാണ് ലോകക്കകത്ത് തീപ്പന്തത്തിന്റെ അടുത്ത് നിൽക്കുന്നതും എല്ലാം ഈ കുതിര. പിന്നെ ആ ഫൈറ്റ് നടക്കുമ്പോഴാണ് അവന്റെ മേലില് ഭടനായിട്ട് നിൽക്കുന്നതൊക്കെ. അതുപോലെ നമ്മളെ ഈ സിനിമയിൽ 19ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ടിലുണ്ട്. വണ്ടി വലിക്കുന്നത് അവനാ. ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഈ വെള്ളക്കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വലിക്കും, ഡാൻസ് കളിക്കും, രഥം വലിക്കും, ഡാൻസ് കളിക്കും. നമ്മള് ഷൂട്ടിന് ഇപ്പം തീകോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീകോളത്തിന്റെ ഇടയിൽ കൂടി ഊട്ടിയങ്ങ് പോവും. അതിനൊന്നും കുഴപ്പമില്ലാത്ത പേടിയില്ല. ട്രെയിനിങ്ങിന്റെ ഇതില് അത് അങ്ങനെ എല്ലാ കുതിരകളും ആവിയല്ല. ഉള്ളുകൊണ്ടൊരു ധൈര്യം വേണം. പൊതുവെ തീയെ പേടിയാ എല്ലാ മൃഗത്തിനും. പക്ഷെ ഇവര് ഓട്ടി കയറും. മുമ്പൊക്കെ ഈ കുതിരയൊക്കെ അടിച്ചു താഴെയിടുന്ന സീനൊക്കെ സിനിമയിൽ. അത് ഇപ്പം നമ്മള് അതൊക്കെ ഇപ്പൊ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമ്മി കുതിരയുണ്ട്. ഡെമ്മി കുതിര ട്രാക്കിലൂടെ ഓടുന്ന ഡെമ്മി കുതിരയുണ്ട്. അത് നമുക്കുണ്ട് ആക്ച്വലി. അത് ഇവിടെ അല്ല ഇരിക്കുന്നത്, നമ്മുടെ തമിഴ്നാട്ടിലെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്താണ് ഇപ്പൊ കുതിര കളറ് അതിൻ്റെ അകത്താ. അപ്പൊ ആർട്ടിസ്റ്റിനെ കയറ്റി മറിയുന്ന ബെഡിലോട്ടാ. പക്ഷെ കുതിര 80 ഡിഗ്രിയിൽ ചായും. അതിന്റെ സിസ്റ്റം അങ്ങനെ. പിന്നെ ഓടുന്നത് തലകുലുക്കി. ഇപ്പം നമ്മളിപ്പം ചില ഇത്തിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഓടിക്കാൻ അറിയാൻ മേലാത്തവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റിയിരുത്തി അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച്. ബാക്കി ഓടുന്ന കാലിന്റെ ഷോട്ട് എടുക്കാനായിട്ട് ശരിക്കുള്ള കുതിര തന്നെ കാലിന്റെ ബാക്ക് സൈഡും ഒക്കെ നമ്മളെടുക്കും. അല്ല പണ്ടൊക്കെ ആയിരുന്നു കുഴി കെട്ടി മറിച്ചിടുന്നതും ഇതുമൊക്കെ. ഇപ്പൊ കുഴിയൊന്നും കുത്തണ്ട. ടോർച്ചറിങ് ഇല്ല ഇപ്പം. പിന്നെ ഇപ്പം അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ സിസ്റ്റങ്ങൾ മാറിയല്ല. വന്നേക്കുന്ന എന്ത് വേണേലും കാണിക്കാം.